മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഓട്ടോ 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 രണ്ടാളുണ്ട് കേട്ടോ. എങ്ങോട്ടാ? ഞാൻ ഊട്ടിക്കാ. ഊട്ടിക്കാ? ആ ഒന്ന് എന്നെ കൂടി കൊണ്ടുപോകോ? ആ പോവാ, നമുക്ക് പോവാം. നമുക്ക് മസനഗുഡി വഴി ഊട്ടി പോയാലോ? മസനഗുഡി വഴി ഊട്ടി. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം. അതെന്റെ ഞാൻ തന്നെയാണത്. ഞങ്ങളെന്റെ നമുക്ക് പോവാ, ഊട്ടിക്ക് പോവാ. ബാ, അടിപൊളി. ഇവിടെ അല്ലേ നമുക്ക് കല്ലട്ടി ചുരം കയറിയിട്ട് 32 ഹെയർ പിന്നും പറ്റിയിട്ട് ഊട്ടിയിലേക്ക് ഓടിക്കാം. ഊട്ടി അഥവാ ഉദകമണ്ഡലം പൊളിയായിരിക്കും. അടിപൊളി. നമുക്കിത് സെറ്റല്ലേ? വൈറലാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിചാരിച്ച് നമ്മൾ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ പിന്നെ ട്രോളന്മാരെ ഏറ്റെടുത്തു. 3 റിസർവ്ഡ് ഫോറസ്റ്റിൽ കൂടിയുള്ള മനോഹരമായ യാത്രയാണല്ലോ. നമുക്ക് സാധാ ഊട്ടിയിലേക്ക് പോവാം. അതിനേക്കാളുപരി മുതുമല, ബന്ദിപ്പൂർ, അതുപോലെ തന്നെ മുത്തങ്ങ വഴി കയറിയിട്ട് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതാണ് ആ ഫീല്. മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയുടെ ഒരു സംഭവം. അത് ട്രോളന്മാരും മറ്റുള്ളൊക്കെ ഏറ്റെടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കേട്ടിട്ട് സോഷ്യൽ മീഡിയ മൊത്തം വെറുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയുടെ ആസ്ഥാനമാണ് ഊട്ടി. അങ്ങനെ തുടങ്ങുന്ന ആ വോയിസ് ഭയങ്കര രസമായിട്ട് ആളുകൾ കൊണ്ടെടുത്തു. ഭയങ്കര സന്തോഷം. യാത്ര ഒരുപാട് ചെയ്യാൻ തുടങ്ങി ഒരുപാട് പേര്. സാധാരണ അവരുടെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാകുമ്പോൾ ആ യാത്രയുടെ മനോഹാരിയമായിട്ടുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാറുണ്ട്. അത് എങ്ങനെയോ വൈറലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മാത്രം ഒരു ഇതാവാനുള്ള കാരണം മസനഗുഡി വഴി അത് നമുക്ക് എന്താണെന്ന് അതിൻ്റെ ഒരു ഇതറിയില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ചിലപ്പോൾ കയറുന്നത്. നമ്മൾ ബുള്ളറ്റിനെ കുറിച്ച് മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിച്ച കുടുകുടു വണ്ടി. ഹൃദയമുള്ളത് കൊണ്ടാണ് അത്രേ ബുള്ളറ്റിന് ഡും ഡും ശബ്ദം. ഇത് ഒത്തിരി ബുള്ളറ്റ് പ്രേമികളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേര് നാട്ടുകാർക്ക് ആർക്കും അറിയില്ല, എന്താന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്തത്. എൻ്റെ പേര് അസ്ലം മോയം എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ പാലത്തുങ്കര സ്വദേശമാണ്. കല്യാണം കഴിച്ചത് കമ്പിലാണ്. 2 മക്കളുണ്ട്. എഞ്ചിനീയറാണ്. ഒരു ഓൺ മൈ വേ എന്ന ക്ലബ്ബുണ്ട്. OMV എന്ന യൂട്യൂബ് ചാനലുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ യാത്ര പോകുമ്പോഴേ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നത്? എൻ്റെ കൂട്ടുകാരാണ് ഉണ്ടായത്. ഷബീർ, PK, നദീം, നൂറ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ പഠിച്ച സൗഹൃദങ്ങളാണ്. അത് നമ്മൾ കാറിലാണ് പോയത്. പിന്നെ നമ്മൾ ബൈക്കിൽ പോയി. പിന്നെ ഞാൻ ഫാമിലിനെ കൂട്ടി പോയി. ഏകദേശം 4-5 തവണ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ സീസൺ ടൈമിലും അതുപോലെ തന്നെ ഈ മസനഗുഡി ട്രെൻഡിങ് സമയത്തൊക്കെ പോവാതെ ഇതൊക്കെ കുറച്ച് കുറയുന്ന സമയത്ത് നിങ്ങൾ ആ റൂട്ടിൽ കൂടി മനോഹരമായ യാത്ര ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്നും കുളിർമയുള്ള കാഴ്ചകൾ കിട്ടും എന്നുള്ളതൊരു സംശയമില്ല. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു മനോഹരമായ യാത്ര പോയി വന്നാലോ? നമുക്ക് ആ യാത്ര പോകാം. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ക്യാമറമാൻ നിമേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ. ചേട്ടാ, മസനഗുഡി വഴി ഊട്ടിയിലേക്ക്.